it's Tailfrog, let's fly, let's fly. Hey, it's Tailfrog, we're ready to rise. Legends in the shadows, we claim the skies. Walk through the dark, no fear, no disguise. We bring the heat, see the fire in our eyes. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നല്ല മഴയൊക്കെ ആയിട്ട് അടിപൊളിയല്ലേ? ഞാനും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് 2025 ഇപ്പൊ റീസെന്റ് ആയിട്ട് റിലീസ് ആയിട്ടുള്ള ഇൻ ദ ലോസ്റ്റ് ലാൻഡ്സ് എന്ന ഒരു ഫാന്റസി മൂവിയാണ്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. Hey, it's Tailfrog. ഒരു വലിയ യുദ്ധത്തോടു കൂടി ഈ ഒരു ലോകം മുഴുവനും നശിച്ചു പോയിട്ടുണ്ട്. സാധാരണ മനുഷ്യന്മാർക്ക് ഒരിക്കലും ഉള്ളിലേക്ക് പോകാൻ കഴിയാത്ത, സപ്പോസ് ഉള്ളിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജീവനോടെ തിരിച്ചു വരാൻ കഴിയാത്ത ചില സ്ഥലങ്ങള്, ആ ഒരു സ്ഥലങ്ങൾക്ക് ലോസ്റ്റ് ലാൻഡ് എന്നാണ് ആൾക്കാർ വിളിക്കുന്നത്. ഈ ലോസ്റ്റ് ലാൻഡുകളൊക്കെ വിട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു രാജാവിന് കീഴിലാണ് ബാക്കിയുള്ള ആളുകളെല്ലാം ജീവിച്ചിരുന്നത്. ഇങ്ങനെ ഒരു വോയിസ് ഓവറിലാണ് നമ്മുടെ സിനിമ തുടങ്ങുന്നത്. ലോസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരു മന്ത്രവാദിനി ആൾക്കാർ ജീവിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോ ഇവളുടെ പേരാണ് ഗ്രേ ആലീസ് എന്ന്. ഇവളാണ് നമ്മുടെ ഈ ഒരു പടത്തിന്റെ ഹീറോയിൻ. ഇവള് ഒരു മന്ത്രവാദിനി ആയതുകൊണ്ട് തന്നെ ആ ഒരു നാട്ടിലുണ്ടായിരുന്ന ചർച്ച് ഗ്രൂപ്പ് അവളിപ്പോ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. തൂക്കിക്കൊല്ലുന്നതിനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ മുന്നിൽ അവളെ ഇങ്ങനെ കെട്ടിവെച്ചേക്കാണ്. അവൾ നിൽക്കുന്നതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു പാട്ടയുണ്ട്. ആ ഒരു പാട്ട തട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവള് അങ്ങനെ തന്നെ അവിടെ വീണ് തൂങ്ങി മരിക്കും. ഹീറോയിനെ ചർച്ച് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന കുറച്ച് ടീംസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ആ ഒരു ടീമിന്റെ ലീഡറിന്റെ പേര് ജെയിൻ എന്നാണ്. ജെയിൻ ഇപ്പോ നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. നീ മരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ രാജ്യത്തിലുള്ള ജനങ്ങൾക്ക് അതൊരു പ്രതീക്ഷയായിരിക്കും. നീ മരിക്കുന്നത് ലോസ്റ്റ് ലാൻഡിലുള്ളവർക്ക് ഒരു പാഠമായിരിക്കട്ടെ. അവിടുന്ന് ഇനി ആരും തന്നെ മനുഷ്യന്മാർ ജീവിക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് വരാനായിട്ട് പാടില്ല എന്നിങ്ങനെ പറയാണ്. ജെയിൻ നേരെ ആ ഒരു പാട്ട തട്ടി കളഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ഹീറോയിനെ തൂക്കിലേറ്റാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവരുടെ ടീമിലുണ്ടായിരുന്ന എല്ലാവരും അവിടുന്ന് പോകുന്നുണ്ട്. ജെയിന്റെ ടീമിലുണ്ടായിരുന്ന ഒരുത്തൻ മാത്രം അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അവനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തൂക്കിൽ കിടന്നിട്ട് ഇങ്ങനെ തൂങ്ങി ആടുകയാണ്. എന്നാൽ അങ്ങനെ തൂങ്ങി കിടക്കുന്ന ആ ഒരു സമയത്ത് അവൾ ഈ ഒരു സോൾജിയറിന്റെ കണ്ണിലേക്ക് നോക്കുന്നുണ്ട്. ഇവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ ബ്രെയിൻ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവർക്ക് ചില ഹാലൂസിനേഷനും കാര്യങ്ങളൊക്കെ ഇവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ടുള്ള പവർ ഉണ്ട്. ഹീറോയിന് ഇപ്പോ ഈ ഒരു സോൾജിയറിന്റെ കണ്ണിലേക്ക് നോക്കി അതേ സമയത്ത് തന്നെ അവൻ ഈ ഒരു തൂക്കിൽ തൂങ്ങുന്നതായിട്ടും അവൻ മരിക്കാൻ പോകുന്നതായിട്ടും ഇപ്പൊ ഫീൽ ചെയ്യാണ്. അവനിപ്പോ ഭയങ്കരമായിട്ട് ആ ഒരു തൂക്കിൽ കിടന്നിട്ട് പെടയുന്നുണ്ട്. ഇപ്പോ അവന്റെ കയ്യിലുള്ള ഗൺ എടുത്തിട്ട് മേലെ ഉണ്ടായിരുന്ന ആ ഒരു കയറ് ഒരു വിധത്തില് വെടിവെച്ച് മുറിച്ച് കളയാണ്. ഇവിടെ കട്ട് ചെയ്തിട്ട് റിയൽ ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറോയിൻ കിടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു തൂക്കുകയറാണ് അവനിപ്പോ വെടിവെച്ചിട്ടുള്ളത്. ജെയിൻ ഇപ്പോ ഈ ഒരു ശബ്ദം കേട്ടിട്ട് വീണ്ടും തിരിച്ചു വരാനായിട്ട് തുടങ്ങുകയാണ്. ഇപ്പൊ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സോൾജറിന് നേരെ ഓടി പാഞ്ഞ അടുത്തേക്ക് വരികയാണ്. ആ ഒരു സോൾജർ ഹീറോയിൻ നോക്കി ഷൂട്ട് ചെയ്യാണ്. എന്നാൽ ഇതും ഹീറോയിൻ അവന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഹാലൂസിനേഷൻ ആയിരുന്നു. അവിടേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്ന അവന്റെ ടീമിലുള്ള ഒരുത്തനെയാണ് അവനിപ്പോ ഷൂട്ട് ചെയ്ത് കൊന്നിട്ടുള്ളത്. ഇപ്പൊ കൺഫ്യൂസ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സോൾജറിന്റെ അടുത്തേക്ക് ജെയിൻ ഓടി വരുന്നുണ്ട്. അവനിപ്പോ പിടിച്ച് നിലത്ത് കിടത്തേക്കാണ്. അവന്റെ കഴുത്തിലേക്ക് ഒരു കത്തി വെച്ചിട്ട് നീ ആ ഒരു മന്ത്രവാദിയുടെ അടിമയായിട്ടുണ്ട്, ഇനിയും നീ ജീവനോട് ഇരുന്നൂടാന്ന് പറഞ്ഞിട്ട് അവന്റെ കഴുത്തറുത്തിട്ട് അവനെ കൊല്ലാണ്. നമ്മുടെ ഹീറോയിൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ബിൽഡിങ്ങിലേക്കാണ് ഓടി പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ജെയിന്റെ ടീമും കൂടിയിട്ട് ഈ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. എന്നിട്ട് അവിടെ മുഴുവനും നമ്മുടെ മന്ത്രവാദിനെ തെരഞ്ഞോണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ടീമിലുണ്ടായിരുന്ന ഓരോരുത്തർ ആൾക്കാരെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് അവരെ നൈസായിട്ട് കൊല്ലുന്നുണ്ട്. ആ ഒരു ടീമിലുണ്ടായിരുന്ന എല്ലാരെയും തന്നെ ഈ ഒരു സമയത്തേക്കും നമ്മുടെ ഹീറോയിൻ കൊന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോ ജെയിനെയും പിടിക്കുകയാണ്. നമ്മുടെ ഹീറോയിനെ എങ്ങനെയാണോ അവിടെ കെട്ടി തൂക്കിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആ ഒരു ജെയിനെയും കെട്ടി തൂക്കി വെക്കുകയാണ്. എന്നിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ജെയിൻ അവിടുന്ന് ഉറക്കെ വിളിച്ചു പറയാണ്, നീ എന്നെ ജീവനോടെ ഇവിടെ വിട്ടിട്ട് പോകുന്നതാണ് നീ ചെയ്യുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്നിങ്ങനെ വിളിച്ചു പറയാണ്. ഹീറോയിൻ ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ആൾക്കാരുടെ ഇടയിൽ കൂടെ ഇപ്പൊ കൂളായിട്ട് തന്നെ ഇറങ്ങി അങ്ങനെ നടന്നു പോവാണ്. ഈ ഒരു മന്ത്രവാദിനിക്ക് മരണമില്ലെന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയാണ്. ഇപ്പൊ ബായ്സ് എന്ന പേരുള്ള ഒരു ഹണ്ടറിനെ കാണിക്കുകയാണ്. ഈ ഒരു വേട്ടക്കാരനാണ് നമ്മുടെ ഈ ഒരു കഥയിലെ നായകൻ. ഹീറോ ഒരു ബൗണ്ടി ഹണ്ടറാണ്. ആര് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് അവർ പറയുന്ന ആ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്തു കൊടുക്കും. അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പിനെ കൊല്ലുന്നതിനായിട്ടാണ് അവൻ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരുത്തൻ ഹീറോയിന്റെ ബാക്കിൽ കൂടെ മെല്ലെ നടന്നു വന്നിട്ട് അവന്റെ കുതിരയുടെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗണ്ണ് അതിപ്പോ പുറത്തേക്ക് എടുക്കുകയാണ്. എന്നാൽ ആ ഒരു ഗണ്ണിന് ചുറ്റി പണഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്ന ഇരട്ട തലയുള്ള ഒരു പാമ്പ് ഇപ്പൊ പുറത്തേക്ക് വരികയാണ്. ഇതാണ് നമ്മുടെ ഹീറോയിന്റെ ക്യൂട്ട് ആയിട്ടുള്ള പെറ്റ്. ഈ ഒരു പാമ്പിനെ കണ്ട സമയത്ത് തന്നെ അയാൾ ഷോക്ക് ആവുകയാണ്. ഈ രണ്ട് പാമ്പും കൂടി ചേർന്നിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നവനെ കുത്തിക്കൊല്ലുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇവന്റെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ ആ ഒരു ഭാഗത്തേക്ക് വരികയാണ്. ഹീറോയ്ക്ക് മാജിക് എല്ലാം അറിയാന്നാ തോന്നുന്നത്. ഒന്നുമില്ലാത്ത കയ്യില് അവനിപ്പോ രണ്ട് ഗണ്ണ് വരുത്താണ്. എന്നിട്ട് ആ ഒരു ടീമിലുണ്ടായിരുന്ന രണ്ടുപേരെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ഫൈറ്റ് ഭയങ്കരമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടീമിലുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും തന്നെ അവനിപ്പോ അടിച്ച് കൊന്നിട്ടുണ്ട്. ഇവന്റെ ഗണ്ണ് ഒരുത്തൻ നിലത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? നമ്മുടെ ഹീറോ പോയിട്ട് ആ ഒരു ഗണ്ണ് ഇപ്പൊ എടുക്കുകയാണ്. നിനക്കൊരു കാര്യം അറിയോ, ഈ ഒരു ഗണ്ണാണ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗണ്ണ്. എന്നാൽ ഇതിനിപ്പോ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട്.
വരുന്നുണ്ട്. ഗണ്ണിപ്പോ നിലത്തേക്ക് വെക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഇവന്റെ ആ ഒരു പെറ്റ് അതിപ്പോ ഈ ഒരു ഗണ്ണിലേക്ക് ചുറ്റി വരിഞ്ഞങ്ങനെ കയറി വരുന്നുണ്ട്. ഇപ്പൊ തോക്കിൽ ചുറ്റി പിടഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്ന ആ ഒരു പാമ്പുകളെ നോക്കിയിട്ട് അവൻ ചിരിക്കുകയാണ്. എന്റെ ഈ ഒരു ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഒരുപാട് നാളായിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ചുറ്റി പിടഞ്ഞ് കിടക്കുന്ന ഇവന്മാരുണ്ടല്ലോ, ഇവര് ഒരിക്കലും മുന്നം മറക്കാറില്ല എന്ന് പറയാണ്. ഈ ഒരു പാമ്പിന്റെ കയ്യിൽ നിന്ന് കടി കിട്ടിയവനാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ മരിക്കുകയാണ്. അങ്ങനെ ഹീറോ ഈ ഒരു ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ബിൽഡിംഗിലേക്ക് കയറി പോവാണ്. ഇവിടെയാണ് ഹീറോയിൻ താമസിക്കുന്ന സ്ഥലം. ഈ ഒരു ബിൽഡിംഗിന്റെ ഉള്ളിലായിട്ട് കണ്ണ് കാണാത്ത ഒരു മുത്തശ്ശി അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ നേരെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ഗ്രേ ആലിസ് നീ എത്തിയോ എന്നിങ്ങനെ ആ ഒരു മുത്തശ്ശി ചോദിക്കുകയാണ്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര അത്ഭുതമാണ്. ഞാനാണ് ഇവിടേക്ക് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായെന്ന് ചോദിക്കുന്നുണ്ട്. എന്റെ ഫുഡ് സ്റ്റെപ്പ് വരെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഈ ഒരു ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളും നോക്കിയിട്ടൊന്നുമല്ല നീ വരുന്നത് എനിക്ക് മനസ്സിലായത്. എനിക്കിപ്പോ സഹായങ്ങളൊക്കെ ചെയ്യാറുള്ളത് നീ മാത്രമാണ്. അതുകൊണ്ടാണ് എന്റെ അടുത്തേക്ക് നീ തന്നെയാണ് വന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായതെന്ന് പറയാണ്. ഹീറോയിൻ അവളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കാശ് ആ ഒരു മുത്തശ്ശിക്ക് കൊടുത്തിട്ട് അവിടുന്ന് പോവാണ്. ഈ ഒരു കിങ്ഡം ഒരു രാജാവിന്റെ കീഴിലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവരുടെ വൈഫ് അതായത് റാണി അവരും കുറച്ച് സോൾജേഴ്സ് കൂടിയിട്ട് നമ്മുടെ ഹീറോയിനെ കാണാനായിട്ട് വന്നതാണ്. റാണി ആക്ച്വലി വേഷമൊക്കെ മാറിയിട്ടാണ് വന്നിട്ടുള്ളത്. ഹീറോയിൻ പറയാണ് എനിക്ക് നിങ്ങൾ ആരാന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളാണല്ലേ ഈ ഒരു കിങ്ഡത്തിന്റെ റാണി. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ എന്തിനാ എന്നെ കാണാനായിട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. റാണിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരോടും ഇപ്പൊ പുറത്തേക്ക് നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ആഗ്രഹം ചോദിച്ചിട്ടുണ്ടെങ്കിലും നീ അത് സാധിച്ചു കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ ശരിയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് റാണി. അതെ നീ കേട്ടതൊക്കെ ശരിയാണ്. പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടെന്ന് പറയാണ്. റാണിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു ബാഗ് നിറച്ച സ്വർണം അവർക്ക് വെച്ച് കൊടുക്കുകയാണ്. എനിക്ക് മനുഷ്യന്മാരിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ശക്തി വേണം. എനിക്ക് ഒരു ബീസ്റ്റ് ആയിട്ട് മാറണം. ഈ ഒരു വെയർവൂൾഫിനെ പോലെ എനിക്ക് ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യണം. ആ ഒരു ശക്തിയാണ് എനിക്ക് വേണ്ടത്. നീ എന്താഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് സാധിച്ചു തരുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് ഈ ഒരു കാര്യമാണ് വേണ്ടത്. അത് സാധിച്ചു തരാനായിട്ട് പറയാണ്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒന്ന് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് റാണിയോട് പറയാണ് നീ ചോദിക്കുന്ന കാര്യം നിനക്കിപ്പോ കളിയായിട്ട് തോന്നും. പക്ഷേ ആ ഒരു രൂപത്തിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നിനക്ക് മനസ്സിലാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളെ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. അതൊന്നും പറ്റില്ല. എനിക്ക് ഈ ഒരു ആഗ്രഹമാണ് സാധിച്ചു തരേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് റാണിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വാശി പിടിക്കുകയാണ്. പൗർണമിക്ക് ഇനി 6 ദിവസം കൂടിയുണ്ട്. അതുവരെ നീ എനിക്ക് സമയം താ. ഞാനൊരു ഹണ്ടറിനെ ഹയർ ചെയ്യാൻ പോവാണ്. അവനെ വെച്ചിട്ട് ലോസ്റ്റ് ലാൻഡിലേക്ക് പോയിട്ട് നീ പറയുന്നത് പോലത്തെ ഒരു ഷേപ്പ് ഷിഫ്റ്ററിനെ കണ്ടുപിടിക്കും. എന്നിട്ട് അവന്റെ ശക്തി അത് നിനക്ക് കൊണ്ടുവന്ന് തരാനായിട്ട് പോവാണ്. നീ എന്തായാലും ഇപ്പൊ പോകുന്നു പറയുന്നുണ്ട്. ആക്ച്വലി വേറെ ഒരാൾക്കും നമ്മുടെ ഹീറോയിൻ ഇതേപോലെ ഒരു പവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ രൂപമാകുന്ന ആ ഒരു സമയത്താണ് അതിനുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവന് മനസ്സിലാവുന്നത്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. റാണിക്ക് ജലൈസ് എന്ന് പേരുള്ള ഒരു സേനാധിപൻ ഉണ്ടായിരുന്നു. അവനിപ്പോ അകത്തേക്ക് കയറി വരികയാണ്. അവനിപ്പോ ഒരു വാച്ച് നമ്മുടെ ഹീറോയിനെ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് ചെറുപ്പകാലം മുതൽ തന്നെ എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഞാൻ ഈ ഒരു വാച്ച് കൊണ്ടു നടക്കുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വില മതിക്കാത്തതാണ്. ഇത് ഞാൻ നിനക്കിപ്പോ തരികയാണ്. നിന്നോട് എന്താ ആഗ്രഹം ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് സാധിച്ചു തരുന്നാണല്ലോ പറയുന്നത്. എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, അതെനിക്ക് നീ സാധിച്ചു തരില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നീ കേട്ടത് ശരിയാണ്. ആരെന്ത് വിഷ് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അതൊക്കെ സാധിച്ചു കൊടുക്കാറുണ്ട്. അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ശാപം. പറയൂ ജെറൈസ്, താങ്കൾക്ക് എന്താണ് വേണ്ടത്? റാണി ഇവിടേക്ക് നിന്നെ കാണാനായിട്ട് വന്നിട്ടുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അവരെന്ത് ആഗ്രഹമാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അത് നീ ഒരിക്കലും ചെയ്തു കൊടുക്കാനായിട്ട് പാടില്ല. അതാണ് എന്റെ വിഷ് എന്ന് പറയാണ്. ഓ നിനക്ക് റാണീനെ അത്രയ്ക്ക് ഇഷ്ടമാണോ? നിനക്ക് എന്താ വേണ്ടതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാന്ന് അവളിപ്പോ പറയാണ്. അതൊന്നും നീ പറയണ്ട. ഞാൻ ചോദിച്ച ഈ ഒരു ആഗ്രഹം അത് നിനക്ക് ചെയ്തു തരാനായിട്ട് പറ്റുമെന്ന് ചോദിക്കുകയാണ്. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ വളരെ രൂക്ഷമായിട്ട് തന്നെ അവനിപ്പോ നോക്കുന്നുണ്ട്. എന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു വാച്ച് വാങ്ങുകയാണ്. ഇപ്പൊ ഹീറോയിൻ അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് തന്നെ പറയാണ് നീ എന്ത് വിഷയമാണോ എന്റെ അടുത്ത് ചോദിച്ചത് അത് ഞാൻ നിനക്ക് നിറവേറ്റി തരാന്ന് പറയാണ്. എന്നിട്ടിപ്പോ അവൻ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവൻ പോയ ഉടനെ തന്നെ അവരുടെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് ഇപ്പൊ മേലേക്ക് ഇങ്ങനെ പറക്കുകയാണ്. ഹീറോയിൻ ഇങ്ങനെ മേലേക്ക് പറക്കാൻ തുടങ്ങി അതേ സമയത്ത് തന്നെ ചുറ്റും ഉണ്ടായിരുന്ന എല്ലാ ഒബ്ജക്ട്സും മെല്ലെ ഇങ്ങനെ മേലേക്ക് പൊങ്ങി പോവാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട് ഇപ്പൊ കറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഹീറോയിന് ഇപ്പൊ ഒരു വിഷൻ കിട്ടുകയാണ്. ആ ഒരു ലോസ്റ്റ് ലാൻഡിൽ ഒരു പ്രത്യേക ഭാഗമുണ്ട്. അവിടെ ഒരുപാട് മനുഷ്യന്റെ തലയോട്ടികൾ ഇങ്ങനെ ചിതറി കിടക്കുന്നതായിട്ട് നമ്മുടെ ഹീറോയിൻ കാണാണ്. കുറച്ച് ഹണ്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ ഇപ്പൊ ഈ ഒരു ഭാഗത്തൂടെ മേലേക്ക് കയറി പോകുന്നുണ്ട്. ഇപ്പൊ വെയർവൂൾഫ് ആണെന്നുണ്ടെങ്കിൽ ഇവർ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരെ മുഴുവനും അടിച്ചിടുകയാണ്. അവൻ നേരെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വെള്ളത്തിലേക്ക് നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കരയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹീറോയിന് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരു വിഷൻ പോലെ കിട്ടുന്നുണ്ട്. ഇവിടെ ഈ ഒരു വിഷനിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വെയർവൂൾഫിനെ അതിന്റെ ശക്തി എടുത്തിട്ട് നമ്മുടെ റാണിക്ക് കൊടുക്കാൻ ഇപ്പൊ തീരുമാനിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കാണുന്നത് റാണിയുടെ ആ ഒരു വലിയ കൊട്ടാരാണ്. ഈ ഒരു നാട്ടിലെ രാജാവ് അയാൾ കാണുന്നുണ്ടെങ്കിൽ തീരെ സുഖമില്ലാണ്ട് അങ്ങനെ കിടക്കുകയാണ്. ഓരോരോ ദിവസം കഴിയുന്തോറും ഭയങ്കര വീക്കായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. റാണിക്കാണെന്നുണ്ടെങ്കിൽ ഈ രാജാവിനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. അയാളെ രാജാവായതുകൊണ്ട് മാത്രമാണ് അയാളെ മാരേജ് ചെയ്തിട്ടുള്ളത്. റാണി ഇപ്പൊ നേരെ രാജാവിന്റെ അടുത്തേക്ക് പോയിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവന്റെ അടുത്ത് ഒരുപാട് ചൂടാവാണ്. എന്നിട്ട് ഇപ്പൊ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ഹീറോയ്ക്കും ഈ റാണിക്കും തമ്മിൽ ഒരു അഫയർ ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. അവരിപ്പോ ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ ഉമ്മ വയ്ക്കുകയാണ്. ഹീറോ ഇപ്പൊ റാണിനോട് പറയാണ് ഇനി അധികം നാള് ഞാൻ ഇവിടെ ഉണ്ടാവാനായിട്ട് പാടില്ല, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ അവിടുന്ന് പോവാനായിട്ട് തുടങ്ങുന്നുണ്ട്. റാണിക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോനെ വിട്ട് പിരിയാനായിട്ട് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. എന്നാലും അവൻ ഒരു വിധത്തില് അവിടുന്ന് ഇറങ്ങി പോവാണ്. നമ്മുടെ ഹീറോ അവിടുന്ന് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചില സോൾജേഴ്സ് ഇവനെ വഴിയിൽ വെച്ച് തടയാണ്.
നീ ആരാ, നിനക്ക് എന്താ വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അറസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ല രീതിയിൽ അടിച്ച് കിണ്ടിയായിട്ടാണ് ഉള്ളത്. എന്നിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ടായിരുന്ന ഈ ഒരു പടയാളിയുടെ കയ്യിലുണ്ടായിരുന്ന പന്തത്തിലേക്ക് ഇപ്പൊ അതിശക്തമായിട്ട് ഊതാണ്. അത് ഓപ്പോസിറ്റ് നിൽക്കുന്നവനെ ഗോസ്റ്റ് റൈഡറിനെ പോലെ ആക്കിയിട്ട് അങ്ങനെ തന്നെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് മറ്റവന്റെ നേരെ ആ ഒരു ബോട്ടിൽ വെച്ചിട്ട് അവൻ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ഹീറോ രണ്ടുപേരെ അടിച്ച് ഉരുട്ടി വിട്ടിട്ട് നല്ല മാസമായിട്ട് തന്നെ അവിടുന്ന് ഇറങ്ങി പോവാണ്. ഇപ്പൊ നമ്മുടെ ഹീറോ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്ലബ്ബിൽ ഇരിക്കുന്നുണ്ട്. ചീട്ട് കളിക്കാനായിട്ട് ആരെങ്കിലും കിട്ടുമെന്ന് അവനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ആയിട്ട് ഈ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിൻ അങ്ങോട്ടേക്ക് വരികയാണ്. നിന്റെ പേര് ബോയ്സ് എന്നാണോ? ലോസ്റ്റ് ആൻഡിലെല്ലാം പോയിട്ട് നീ ചില വേട്ടകളൊക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ ശരിയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഹീറോ പറയാണ്, ഞാൻ ഇവിടെ കളിക്കാനായിട്ടാണ് വന്നത്, അതല്ലാതെ ഇങ്ങനെ കിടന്ന് വർത്തമാനം പറയാനായിട്ടല്ല. നീ ഇപ്പൊ എന്തായാലും വന്നതല്ലേ, ഇവിടെ ഇരിക്കും, നമുക്കൊരു ഗെയിം കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അവളിപ്പോ നേരെ മുന്നിൽ പോയിരിക്കുന്ന സമയത്ത് ഹീറോ ആണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ചീട്ടൊക്കെ ഇടുന്നുണ്ട്. എന്നെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ വേണം, അത്രയും പൈസയൊക്കെ നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവനാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാർഡൊക്കെ എടുത്ത് തുറന്നു നോക്കുന്നുണ്ട്. അവന്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പൈസയും അവനിപ്പോ ബെറ്റ് വെക്കുകയാണ്. എന്നാൽ ഇവന്റെ കയ്യിലുണ്ടായിരുന്ന കാർഡുകളെക്കാളും വലിയ വലിയ കാർഡുകളായിരുന്നു നമ്മുടെ ഹീറോയിന്റെ കയ്യിലുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബെറ്റ് കിട്ടിയ പൈസ മുഴുവനും നമ്മുടെ ഹീറോയിന് കിട്ടുകയാണ്. ഇപ്പൊ എന്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്, എന്താ എനിക്ക് നിന്നെ ഇപ്പൊ ഹയർ ചെയ്തൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഹീറോയ്ക്ക് വേറൊരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. നമ്മൾ ലോസ്റ്റ് ലാൻഡിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജീവനോടെ തിരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ സാധ്യത കുറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ചോദിക്കുക, നമ്മൾ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നത്? ഇതേപോലെ ഒരു വെയർവൂൾഫിനെ എനിക്കറിയാം, അതിരിക്കുന്ന ആ ഒരു ലൊക്കേഷൻ അതെവിടെയാന്നുള്ളത് നിനക്ക് അറിയാമെന്ന് ചോദിക്കുകയാണ്. അവനുള്ള സ്ഥലത്തിന്റെ പേര് സ്കൾ റിവർ എന്നാണ്. നമ്മുടെ ഹീറോ ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത് തന്നെ ഇപ്പൊ നമ്മുടെ ഹീറോയിനെ കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു വിഷനിലുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ച് നോക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ അവള് പറയാണ്, അതെ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലം, അവിടേക്ക് എന്നെ കൂട്ടിയിട്ട് പോകാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അവിടേക്ക് പോയിട്ടുള്ള ആൾക്കാർ ആരും തന്നെ ഇതുവരെ ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല, അതുകൊണ്ട് അവിടേക്കൊന്നും പോകണ്ടെന്ന് പറയാണ് അവൻ. സ്കൾ റിവറിലേക്കൊന്നും പോകണ്ട, അതിന്റെ തൊട്ടടുത്തുള്ള ഭാഗം വരെ നീ എന്നെ കൂട്ടിയിട്ട് പോയാൽ മതി എന്നിങ്ങനെ പറഞ്ഞിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വാച്ചും അതുപോലെ തന്നെ റാണി കൊടുത്തിട്ടുള്ള ആ ഒരു ഗോൾഡും അവന് കൊടുക്കുകയാണ്. ഹീറോയ്ക്ക് ഈ ഒരു വാച്ച് കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഈ ഒരു വാച്ച് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജെയിനിന്റെ ആൾക്കാർ ഇവിടേക്ക് വരുന്നത്. അതിലൊരുത്തൻ ബാക്കിൽ നിന്നിട്ട് ഇവിടേക്ക് ഷൂട്ട് ചെയ്യാണ്. എങ്ങനെയൊക്കെ ഇവർ രണ്ടുപേരും ആ ഒരു ഷോട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിന്റെ പാമ്പ് ഷൂട്ട് ചെയ്ത് അവന്റെ നേരേക്ക് പാഞ്ഞു പോവാണ്. അത് സ്ട്രെയിറ്റ് ആയിട്ട് പറന്നു പോയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ടായിരുന്നവനെ കൊന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന വേറൊരുത്തിന്റെ മേലേക്ക് ചാടുകയാണ്. ഇപ്പോ അവനെയും ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 2-3 ആൾക്കാരെ ആ ഒരു പാമ്പ് തന്നെ കൊല്ലുന്നുണ്ട്. അവസാനമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ജെയിന്റെ നേരെ ആ ഒരു പാമ്പ് ഇങ്ങനെ പാഞ്ഞു വരികയാണ്. ഇപ്പൊ ജെയിൻ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഈ പാമ്പിനെ 2 കഷ്ണമായിട്ട് വെട്ടി കളയുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിനും അവിടുന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവാണ്. എന്റെ ക്യൂട്ടായിട്ടുള്ള ആ ഒരു പെറ്റിനെ അവൾ കൊന്നു കളഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ ഇതിന് റിവെഞ്ച് എടുക്കുന്നത് നമ്മുടെ ഹീറോ ഇപ്പൊ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ ഹീറോയിന് ചിരിയാണ് വന്നത്. ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു പള്ളിയുടെ കമാൻഡറിനെ കാണിക്കുകയാണ്. നമ്മുടെ ജെയിന്റെ ടീമിന്റെ ബോസ് ആണ് അയാള്. കണ്ണു കാണാത്ത ആ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നില്ലേ നമ്മുടെ ഹീറോയിന്റെ കൂടെ ഉണ്ടായിരുന്നത്, അവരെ ആ ഒരു കമാൻഡർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. റാണി നമ്മുടെ ഹീറോയിന്റെ അടുത്ത് പോയിട്ട് വിഷു ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഈ ഒരു മുത്തശ്ശിയിൽ നിന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ കമാൻഡർ മനസ്സിലാക്കി എടുക്കുകയാണ്. രാജാവ് പെട്ടെന്ന് തന്നെ മരിക്കാനായിട്ട് പോവാണ്. റാണിനെ നമുക്ക് ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവര് രണ്ടുപേരും മരിച്ചതിന് ശേഷം ആ ഒരു മൊത്തം കിങ്ഡവും നമ്മുടെ ചർച്ചിന്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നത് അയാൾ ജെയിനോട് ഇങ്ങനെ പറയാണ്. ഞാൻ പ്രതികാരം ചെയ്യാനായിട്ട് കാത്തിരിക്കുകയാണ്. അവളുടെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ജെയിൻ ഇപ്പൊ അവിടുന്ന് പോകുന്നുണ്ട്. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കേടായി പോയിട്ടുള്ള ഗണ്ണില്ലേ അതിപ്പോ നന്നാക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ ഏൽപ്പിക്കുന്നുണ്ട്. ഇതിലത്തെ കംപ്ലൈന്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോ നിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗണ്ണ് നിനക്ക് യൂസ് ചെയ്യാന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ അവിടേക്ക് ഒരു പാമ്പ് ഇങ്ങനെ അഴിഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഹീറോ ഈ ഒരു പാമ്പിനെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുകയാണ്. ഇതിനെ പെറ്റാക്കാനാണ് ആശാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹീറോ ഇപ്പൊ പിടിച്ചിട്ടുള്ള ഈ ഒരു പാമ്പ് ഭയങ്കര അഗ്രസീവ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അതിനിപ്പോ കളയാണ്. ഇവനിങ്ങനെയൊക്കെ കാണിക്കുന്ന കണ്ടിച്ചപ്പോ ഒരു പാമ്പിന് വേണ്ടിയിട്ട് നീ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയാണ്. മരിച്ചുപോയിട്ടുള്ള ആ ഒരു പാമ്പ് എന്റെ ഫാമിലി തന്നെയാണ്, ആ ഒരു കാര്യം ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവിടുന്ന് പോവാണ്. അന്ന് രാത്രി നമ്മുടെ ഹീറോയിൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഹീറോ വന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കത്തി ഇവളുടെ നേരെ ഓങ്ങാണ്. എന്നാൽ കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് എണീറ്റുണ്ടായിരുന്ന നമ്മുടെ ഹീറോയിൻ അവന്റെ കഴുത്തിലേക്ക് തന്നെ ഒരു കത്തി എടുത്ത് വെക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുകയാണ്. കുറച്ചൊന്ന് മാറി നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ കിടക്കുന്നുണ്ടായിരുന്ന തൊട്ടടുത്തേക്ക് തന്നെ ആ ഒരു കത്തി ഇപ്പൊ കുത്തി ഇറക്കുകയാണ്. ഹീറോയിൻ ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു തേള് അവളെ കടിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുമായിരുന്നു. അതിനാണ് ഇവൻ കുത്തി കൊന്നിട്ടുണ്ടായിരുന്നത്. പൗർണമി വരാനായിട്ട് ഇനി വെറും 5 ദിവസം ഉള്ളൂ. ഒരു സൈഡില് നമ്മുടെ ഹീറോയിനും കൂടിയിട്ട് അങ്ങനെ ട്രാവൽ ചെയ്ത് പോവായിരുന്നു. അവിടെ ആ ഒരു മരുഭൂമിന്റെ അടുത്തായിട്ട് ഒരു വീട് കാണുന്നുണ്ട്. ഇവര് ഈ ഒരു വീടിന്റെ ഉള്ളിലേക്ക് കയറി നോക്കുകയാണ്. എന്നാൽ കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് തന്നെ അകത്തുനിന്ന് ഒരു പെണ്ണ് നമ്മുടെ ഹീറോയിന്റെ നേരെ തോക്കും ചൂണ്ടി അങ്ങനെ നടന്നു വരികയാണ്. അതുമാത്രമല്ല ഒറ്റ കണ്ണുള്ള ഒരുത്തൻ ഇപ്പൊ പുറത്തേക്ക് ചാടി വീഴാണ്. എന്താ മോനെ സുഖല്ലേ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ നമ്മുടെ ഹീറോയിന്റെ നേരെ നടന്നു വരുന്നുണ്ട്. ആക്ച്വലി ഇവന്റെ പേര് റാസ് എന്നാണ്. ഹീറോയിന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് ആശാൻ. റാസിന്റെ അനിയത്തിക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഒരുപാട് ഇഷ്ടമാണ്. അവളിപ്പോ അങ്ങോട്ടേക്ക് നടന്നു വന്നിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഒരു കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. ഹീറോ നമ്മുടെ ഹീറോയിനെ റാസിനും അതുപോലെ തന്നെ അവന്റെ അനിയത്തിക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അന്ന് രാത്രി ഇവർ രണ്ടുപേരും അവിടെ തന്നെ സ്റ്റേ ചെയ്യാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ അവരുടെ യാത്ര തുടങ്ങുകയാണ്. ഇനി പൗർണമിക്ക് വെറും 4 ദിവസമാണ് ഉള്ളത്. റാസും റാസിന്റെ അനിയത്തിയും കൂടിയിട്ട്
അവിടെ നിന്നിട്ട് ഇവർക്ക് ബൈ ബൈ ഒക്കെ പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ ഇവർ പോയിട്ട് ഒരു പ്രത്യേക ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആ ഒരു കവാടം കണ്ടിട്ട് ഇനിയാണ് നമ്മൾ ലോസ്റ്റ് ലാൻഡിലേക്ക് കയറാനായിട്ട് പോകുന്നത്. ഇവിടെ മുതലാണ് നമ്മുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇവിടെ ഒരുപാട് മോൺസ്റ്ററുകളെ കൊന്നിട്ട് അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഹീറോയിൻ ആ ഒരു ഭാഗം മുഴുവനൊക്കെ നോക്കിയിട്ട് മെല്ലെ മുന്നിലേക്ക് നടന്നു പോവാണ്. ഇവിടെ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ട്രെയിനിനെ കാണിക്കുന്നുണ്ട്. ഭയങ്കര സ്പീഡിൽ ആ ഒരു സിറ്റിയിൽ നിന്ന് ഇപ്പൊ പുറത്തേക്ക് പോവാണ്. ഈ ട്രെയിനിന്റെ ഉള്ളിലാണ് ജെയിനും ജെയിന്റെ ടീമും ഉള്ളത്. നമ്മുടെ ഹണ്ടറിനെയും അതുപോലെ തന്നെ ഹീറോയിനെ വേട്ടയിടാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോ ഈ ഒരു ട്രെയിനിൽ ഇത്ര സ്പീഡിൽ ഇവിടുന്ന് പോകുന്നത്. റാണി ഇപ്പൊ നേരെ ചർച്ചിന്റെ കമാൻഡറിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ സിറ്റിയിൽ നിന്ന് ഒരു ട്രെയിന് ലോസ്റ്റ് ലാൻഡിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ആരോട് വെച്ചിട്ടാണ് ആ ഒരു ട്രെയിൻ അയച്ചത്, എവിടേക്കാണ് നിങ്ങൾ ആ ഒരു ട്രെയിൻ അയച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. കമാൻഡർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കൂളായിട്ട് തന്നെ ആ ഒരു മന്ത്രവാദിനെ കൊല്ലാനായിട്ടാണ് ഞാൻ അവരെ പറഞ്ഞു വിട്ടേന്ന് പറയാണ്. ഈ കാര്യം കേട്ടപ്പോൾ തന്നെ നമ്മുടെ റാണിയുടെ മുഖം മാറുകയാണ്. അത് നമ്മുടെ കമാൻഡറെ നോട്ട് ചെയ്യുന്നുണ്ട്. അയാൾ നേരെ പോയിട്ട് ഒരു റേഡിയോ വഴി നമ്മുടെ ജെയിനോട് സംസാരിക്കുകയാണ്. റാണി തീർച്ചയായിട്ടും ആ ഒരു മന്ത്രവാദിനോട് ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. അവളെ കൊല്ലുന്നതിന് മുന്നേ ആ ഒരു മരണമൊഴി അത് തീർച്ചയായിട്ടും നീ വാങ്ങണം എന്ന് പറയാണ്. ഇപ്പൊ നമ്മുടെ ജെയിനും അവളുടെ ടീമും കൂടിയിട്ട് റാസിന്റെ വീട്ടിലേക്കാണ് എത്തിയത്. റാസിനെ അവിടെ കെട്ടിത്തൂക്കിയിട്ട് അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നമ്മുടെ ഹീറോയിനും എവിടേക്കാണ് പോയതെന്ന് അവർ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവരെങ്ങോട്ടാ പോയെന്നുള്ള കാര്യമൊന്നും അവൻ പറയുന്നേ ഉണ്ടായിരുന്നില്ല. എന്റെ ചേട്ടൻ മരിച്ചു പോരെന്ന് വിചാരിച്ചിട്ട് അവന്റെ അനിയത്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉള്ള കാര്യമൊക്കെ വിളിച്ച് പറയാണ്. എന്നാൽ ജെയിന് റാസിനെ കൊന്നിട്ട് ആ ഒരു ഭാഗം മുഴുവൻ കത്തിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവരവിടുന്ന് പോകുന്നത്. പൗർണമിക്ക് ഇനി വെറും 3 ദിവസമേ ഉള്ളൂ. ഹീറോയിനും ആണെങ്കിൽ ആ ഒരു ലോസ്റ്റ് ലാൻഡിന്റെ എൻട്രൻസ് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഒരു ഭാഗം തന്നെ കാണാനായിട്ട് ഭയങ്കര ഭീകരമായിട്ടാണുള്ളത്. ഇവിടെ എനിക്ക് അറിയുന്ന ഒരാളുണ്ട്. അവന്റെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് റിലാക്സ് ചെയ്തിട്ട് പോവാന്ന് പറയാണ്. ഈ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഒരു പഴയ സ്കൂൾ ബസ് അങ്ങനെ കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇവരിയ്ക്കുന്ന ഈ ഒരു മലയിൽ നിന്നും അടുത്ത മലയിലേക്ക് റോപ്പ് കാറൊക്കെ പോലെ ഇങ്ങനെ പോവാം. അതിനായിട്ടാണ് സെറ്റ് ചെയ്ത് അങ്ങനെ നിർത്തിയിട്ടുള്ളത്. ഹീറോ ഇപ്പോ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് അവന്റെ കൂട്ടുകാരന്റെ പേര് പറഞ്ഞിട്ട് ഉറക്കെ വിളിക്കുന്നുണ്ട്. ഈ ഒരു ബിൽഡിംഗ് ആരും ഇല്ലാത്ത പോലെയാണ് ഇരിക്കുന്നത്. ഹീറോയിനും ഒറ്റയ്ക്ക് ഇപ്പൊ ആ ഒരു ഭാഗമൊക്കെ നോക്കുകയാണ്. ഒരു റൂമിന്റെ ഉള്ളിലേക്ക് കയറി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ ഭയങ്കരമായിട്ട് ഷോക്ക് ആവാണ്. ഇവൻ തെരഞ്ഞു വന്നിട്ടുള്ള ആ ഒരു മനുഷ്യൻ അവിടെ തൂക്കുകാരിൽ അങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. ഇവർക്ക് മുന്നേ ഇവിടെ വേറെ ആരോ വന്നിട്ടുണ്ടെന്നുള്ളത് ഈ ഒരു സമയത്താണ് അവർക്ക് മനസ്സിലാവുന്നത്. ഇപ്പോ അവരവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മെല്ലെ പുറത്തേക്ക് പോവാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ജെയിനും അവളുടെ ടീമും അവിടെ വന്നിട്ട് വളഞ്ഞിട്ടുണ്ടായിരുന്നു. ജെയിൻ ഹീറോയിന്റെ അടുത്ത് എനിക്ക് ഇവളുടെ ജീവനാണ് വേണ്ടത്, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമൊന്നുമില്ല, നീ ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പറയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ നീ എന്റെ പാമ്പിനെ കൊന്നിട്ടുണ്ട്, അതിനായിട്ട് ഞാൻ എന്തായാലും റിവെഞ്ച് എടുക്കുന്നു പറയാണ്. കറക്റ്റ് ആയിട്ട് ഈ ഒരു സമയത്ത് ജെയിൻ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രെയിനിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ശബ്ദം കേൾക്കുന്നുണ്ട്. ഹീറോ ആ ഒരു ഭാഗത്തേക്ക് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. റാസിന്റെ അനിയത്തിനെ അവിടെ അങ്ങനെ കെട്ടി വെച്ചേക്കാണ്. ജെയിൻ ഇപ്പോ ഭയങ്കരമായിട്ട് അട്ടഹസിച്ച് ചിരിക്കുകയാണ്. നിനക്ക് റിവെഞ്ച് എടുക്കാനായിട്ട് ഞാൻ ഒരു വിഷയം കൂടി തരാം എന്ന് പറഞ്ഞിട്ട് റാസിന്റെ അനിയത്തിനെ അവന്റെ മുന്നിൽ വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല പെരുത്ത് കീറി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗൺ എടുത്തിട്ട് അവിടെ നിൽക്കുന്ന ഒരുത്തനെ വെടിവെച്ച് കൊല്ലുകയാണ്. ഹീറോയിന് ഈ ഒരു ഭാഗത്തേക്ക് അങ്ങനെ നിറങ്ങി വരുന്നുണ്ട്. നമ്മുടെ ഹീറോ വെടിവെച്ചിട്ടുണ്ടായിരുന്ന അവന്റെ കയ്യിൽ നിന്ന് ഗൺ എടുത്തിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന 3-4 പേരെ ഒരുമിച്ച് വെടിവെച്ച് കൊല്ലുകയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ചിട്ട് ജെയിൻ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് തന്നെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ ജെയിന്റെ ടീമിലുണ്ടായിരുന്ന ആൾക്കാർ മുന്നോട്ടേക്ക് കയറി വന്നിട്ട് അവരുടെ മരണം എരന്ന് വാങ്ങുകയാണ്. ഇങ്ങനെ ജെയിന്റെയും നമ്മുടെ ഹീറോയിന്റെയും ടീമിന്റെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഫൈറ്റ് നടക്കുകയാണ്. ജെയിന്റെ ആ ഒരു ട്രെയിനിൽ വലിയൊരു പീരങ്കി ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഹീറോ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബ്ലാസ്റ്റിൽ നിന്ന് ജസ്റ്റ് മിസ്സിന് എസ്കേപ്പ് ആവാണ്. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്കൂൾ ബസിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അതിനെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചങ്ങല അത് നമ്മുടെ ഹീറോ വെടിവെച്ച് പൊട്ടിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്തേക്കും നമ്മുടെ ജെയിന്റെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ബസിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്കൂൾ ബസ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത മലയിലേക്ക് ഇങ്ങനെ മെല്ലെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഒരു ബസിന്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ ഒരുപാട് ഫൈറ്റ് നടക്കുകയാണ്. രണ്ടുപേരും അതിഭീകരമായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരായിട്ട് അടിച്ചിട്ട് ആ ഒരു ബസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇടുകയാണ്. നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കത്തി ഉണ്ടായിരുന്നു. ഈ ഒരു കത്തി വെച്ചിട്ട് നമ്മുടെ ജെയിന്റെ ആൾക്കാരെ മുഴുവനും അവളിപ്പോ വെട്ടിക്കൊല്ലുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇവർ പോകുന്ന ബസിന്റെ ആ ഒരു റോപ്പ് കട്ട് ചെയ്യാനായിട്ട് ജെയിൻ ഓർഡർ കൊടുക്കുകയാണ്. ജെയിന്റെ ആൾക്കാർ ഒരു റോപ്പ് കട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ ഇപ്പൊ ഈ ഒരു ബസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴാണ്. എന്നാൽ അവൾക്ക് ആ ഒരു കത്തി വെച്ചിട്ട് എന്തോ ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ട്. അതിലങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. ഈ ഒരു ബസ് ചെരിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ഒരു ഭാഗത്തേക്ക് പോയി വീഴാണ്. ഇപ്പൊ ഒരുത്തൻ നമ്മുടെ ഹീറോയിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരികയാണ്. എന്നാൽ അവൻ നിൽക്കുന്നുണ്ടായിരുന്ന ആ ഒരു ചില്ല് നമ്മുടെ ഹീറോ ഇപ്പൊ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യാണ്. അവൻ നേരെ ആ ഒരു കൊക്കയിലേക്ക് തന്നെ വീഴാണ്. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് അവരങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്ത് ജെയിന്റെ ആൾക്കാർ മറ്റേ റോപ്പും കൂടി കട്ട് ചെയ്ത് വിടുകയാണ്. ബസ് അതിഭീകരമായിട്ട് ഇങ്ങനെ സ്വിങ് ചെയ്ത് വന്നിട്ട് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആ ഒരു മലയിൽ അടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. രണ്ടുപേരും ജസ്റ്റ് മിസ്സിൽ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഈ ബസിന്റെ ഉള്ളിൽ നിന്ന് മെല്ലെ പുറത്തേക്ക് വന്നിട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു മല പിടിച്ച് മേലേക്ക് പോയിട്ട് അതുവഴി പോകുന്ന ആ ഒരു ടണൽ വഴി ഉള്ളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. ഹീറോയിന് ഇപ്പോ എങ്ങനെയൊക്കെയോ മേലേക്ക് കയറി പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോ മെല്ലെ കയറി വരുന്ന ആ ഒരു സമയത്ത് ജെയിൻ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്നൈപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഉന്നം വെച്ചിട്ട് അവനെ ഷൂട്ട് ചെയ്യാണ്. വെടിവെച്ചത് കൃത്യമായിട്ട് അവന്റെ ഷോൾഡറിൽ തന്നെ തട്ടുന്നുണ്ട്. ഹീറോ ഇപ്പോ താഴേക്ക് വീഴാനായിട്ട് പോകുന്ന ആ ഒരു സമയത്ത് ഹീറോയിൻ വന്നിട്ട് അവന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ്. അവളിപ്പോ എങ്ങനെയൊക്കെയോ അവനെ പിടിച്ച് മേലേക്ക് വലിച്ച് കയറ്റുന്നുണ്ട്. എന്നിട്ട് ജെയിന്റെ നേരെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ജെയിൻ ഇപ്പോ അവളുടെ ആ ഒരു സ്നൈപ്പർ എടുത്തിട്ട് അടുത്ത ഷോട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. എന്നാൽ ആ ഒരു സമയത്ത് അവൾ കണ്ടത് ഹീറോയിന്റെ രൂപമായിരുന്നു. ഹീറോയിൻ അവളുടെ ശക്തികൾ യൂസ് ചെയ്തിട്ട് ജെയിനെ ഡൈവേർട്ട് ചെയ്യാണ്. ജെയിന് ഈ ഒരു സമയത്ത് കണ്ണിന് എന്തോ ഒരു
പറ്റിയ പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. കണ്ണ് നൈസായിട്ടൊന്ന് തുടച്ചിട്ട് വീണ്ടും ഉന്നം വെക്കുകയാണ്. ഇപ്പൊ നോക്കുമ്പോ അവിടെ ആരെയും കാണാനായിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വലിയ ടണൽ വഴി അവർ രണ്ടുപേരും ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഹീറോ ഇപ്പൊ അവിടെ ഇരുന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബുള്ളറ്റ് അത് കുത്തി കീറി പുറത്തെടുക്കുകയാണ്. അവന് വേദന അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഹീറോയും വന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഡ്രിങ്ക്സ് ഒക്കെ അവൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഹീറോ അടിച്ച് ബോധം പോയ ആ ഒരു സമയത്ത് മുറിവുകളൊക്കെ ഇപ്പൊ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ റാണിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ പ്രഗ്നന്റ് ആണ്. ഹീറോ ആണ് ഇവളെ പ്രഗ്നന്റ് ആക്കിയത്. ആ ഒരു കാര്യങ്ങളൊക്കെ മരിക്കാനായിട്ട് കിടക്കുന്ന ഈ ഒരു രാജാവിനോട് അവളിപ്പോ പറയാണ്, ഇനിയിപ്പോ നീ ജീവനോടെ വേണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. ഈ കുട്ടി ഉണ്ടായിട്ട് അവന് 16 വയസ്സാവുന്നത് വരെ ഈ കിങ്ഡം മുഴുവനായിട്ട് ഞാനാണ് ഭരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു തലയെണ്ണ വെച്ചിട്ട് രാജാവിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ്. ഇവിടെ നമ്മുടെ ഹീറോയിനും കൂടിയിട്ട് ലോസ് ലാൻഡ് കൂടെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ ദൂരെ നിന്ന് ഇപ്പൊ ഒരു ട്രെയിൻ വരുന്ന പോലത്തെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവർ പെട്ടെന്ന് തന്നെ ആ ഒരു ഭാഗത്ത് നിന്ന് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. ലോസ് ലാൻഡില് ഫാക്ടറികൾ പോലെ ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനുള്ളിലേക്ക് പോകുന്നത് ഭയങ്കര ഡേഞ്ചർ ആണ്. എന്നാലും നമുക്ക് വേറൊരു വഴിയില്ലാന്ന് പറഞ്ഞിട്ട് ഇവർ ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് തന്നെ കയറി പോകുന്നുണ്ട്. ഇപ്പൊ രാത്രിയായ സമയത്ത് തന്നെ ഇവർ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് ഒരുപാട് ലൈറ്റുകൾ കത്തുകയാണ്. ഈ ഒരു സ്ഥലത്ത് ഒരുപാട് ഫ്യൂവൽ ബാരലുകൾ ഉണ്ട്. അതിലുള്ള ഫ്യൂലുകൾ മുഴുവനും ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് ചുറ്റും ഒഴിക്കുകയാണ്. ഓരോരുത്തരും ഓരോ ഗൺ എടുക്കുന്നുണ്ട്. ഫൈറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ രണ്ടുപേരും അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്തിനാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഒരുപാട് സോംബികള് ഇവരുടെ നേരെ പാഞ്ഞു വരികയാണ്. തീ കൊണ്ടേ നമുക്ക് ഇവരുടെ അടുത്ത് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹീറോ അവന്റെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ കത്തിച്ചിട്ട് ഇപ്പൊ നിലത്തേക്ക് ഇടാണ്. ഇവരുടെ ചുറ്റും ഇപ്പൊ തീ ആളി പടരുന്നുണ്ട്. നൂറ് കണക്കിന് സോംബികള് ഇവരുടെ നേരെ ഓടി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ വരുന്ന എല്ലാത്തിനെയും നമ്മുടെ ഹീറോയിനും കൂടിയിട്ട് വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന സോംബികള് ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വലിയൊരു ഇരുമ്പിന്റെ പ്ലേറ്റ് കൊണ്ടിടുകയാണ്. എന്നിട്ട് ഹീറോയിൻ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഓടി കയറി ഇപ്പൊ വരുന്നുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ബാരലിലേക്ക് ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ ഉണ്ടായിട്ടുള്ള ആ ഒരു ബ്ലാസ്റ്റില് ആ ഒരു സോംബികൾ മുഴുവനും അവിടുന്ന് കത്തി അമർന്ന് പോവാണ്. അങ്ങനെ ഇവിടെ വലിയൊരു ഫൈറ്റ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന ഈ ഒരു കാര്യങ്ങൾ മുഴുവനും മേലെ നിന്നിട്ട് ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു രൂപം അങ്ങനെ നോക്കി കാണാണ്. ഇവനാണ് ഈ ഒരു സോംബികളുടെ രാജാവ് തന്നെ. അവനിപ്പോ മേലെ നിന്ന് താഴേക്ക് ചാടി വീഴുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ ലോക്ക് ചെയ്യാണ്. ഹീറോയിനും ആ ഒരു സോംബി ഗ്രൂപ്പിന്റെ അടുത്ത് വിട്ടുപോയിട്ടുണ്ട്. ഈ ഒരു സോംബികളുടെ ലീഡർ നമ്മുടെ ഹീറോയിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഗ്രേ ആലീസ് നീയാണോ എന്ന് ചോദിക്കുകയാണ്. ഒരു സീനില് റാണി വന്നിട്ട് ആ ഒരു വെയർവൂൾഫ് ആയിട്ട് മാറണമെന്ന് പറഞ്ഞ സമയത്ത് ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ ഒരു കഥയില് വെയർവൂൾഫ് ആയിട്ട് മാറിയത് ഇയാളാണ്. ഇവനിങ്ങനെ സോംബിയായിട്ട് ഇതിൽ നടക്കുന്നതിന് കാരണം നമ്മുടെ ഹീറോയിനാണ്. നീ ഈ ഒരു ഭാഗത്തേക്ക് വരാനേ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ നമ്മുടെ ഹീറോയിന്റെ കഴുത്ത് പിടിച്ച് ഞെക്കുന്നുണ്ട്. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ശക്തി ഇവന്റെ മേലെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളിപ്പോ നമ്മുടെ ഹീറോയിന്റെ കൺട്രോളിലേക്ക് വന്നേക്കാണ്. അവനിപ്പോ മെല്ലെ എണീറ്റിട്ട് ബാക്കി ഉണ്ടായിരുന്ന സോംബികളെ വിളിച്ചിട്ട് പറയാണ്, ഇവരൊന്നും ചെയ്യണ്ട, ഇവരെ വിട്ടേക്കെന്ന് പറയാണ്. എന്നിട്ട് ഒരു സൈഡിലേക്ക് ഒതുങ്ങി മാറി നിന്ന് കൊടുക്കുന്നുണ്ട്. ഹീറോയിനോട് എന്നെ ഒന്ന് പിടിക്കാനായിട്ട് പറയാണ്. ഹീറോയിൻ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പവേഴ്സ് യൂസ് ചെയ്തിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്ന എല്ലാ സോംബികളെയും കത്തിച്ച് നശിപ്പിച്ച് കളയാണ്. എല്ലാ സോംബികളും കത്തിപ്പോയതിനു ശേഷം നമ്മുടെ ഹീറോയിൻ അവിടെ ബോധം കെട്ട് വീഴാണ്. ബോധം കെട്ടി കിടക്കുന്ന നമ്മുടെ ഹീറോയിന് ഇപ്പം എല്ലാം ബോധം വന്നിട്ടുണ്ട്. ഇപ്പൊ ഹീറോ ആണെന്നുണ്ടെങ്കിൽ നിന്റെ ശക്തികളൊക്കെ യൂസ് ചെയ്തിട്ട് ഇത്രയും തീയൊക്കെ കത്തിക്കാനായിട്ട് പറ്റുമോ? എന്നാൽ എനിക്ക് തീ പോലെ ഒന്നും കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ ഹീറോയിൻ പറയാണ്, അതെല്ലാം അവരുടെ ഒരു ഹാലൂസിനേഷൻ മാത്രമായിരുന്നു. ആ ഒരു സോംബികള് തീ വെച്ചിട്ട് ഞാൻ ആക്രമിക്കുന്നതായിട്ട് കണ്ടിട്ടാണ് മരിച്ചുപോയത് എന്നിങ്ങനെ പറയുന്നുണ്ട്. സാധാരണ ഒരുത്തിന് പവേഴ്സ് കൊടുത്തിട്ട് അവൻ ഇതേപോലെ മാറ്റിയത് ഞാനാണ്. ആ ഒരു കഥയൊക്കെ ഹീറോയിൻ ഇപ്പോ നമ്മുടെ ഹണ്ടറിനോട് പറയുന്നുണ്ട്. പൗർണമിക്ക് ഇനി ഒരൊറ്റ ദിവസമേ ഉള്ളൂ. ഇവിടെ രാജാവ് മരിച്ചു പോയിട്ടുള്ള ആ ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരോടും പറഞ്ഞിട്ട് ഇനിയിപ്പോ റാണിയുടെ വയറ്റിലുള്ള ആ ഒരു കുട്ടിക്ക് 16 വയസ്സാവുന്നത് വരെ ഇവരായിരിക്കും നമ്മളെ ഭരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റാണീനെ എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. രാജാവിന് ഈക്വൽ ആയിട്ടുള്ള ആ ഒരു പവർ കൊടുത്തിട്ട് റാണീനെ അവിടെ ഇപ്പൊ ആ ഒരു സിംഹാസനത്തിൽ ഇരുത്തിയേക്കാണ്. ആ ഒരു ചർച്ച് കമാൻഡർ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. അവനിപ്പോ നേരെ പോയിട്ട് നമ്മുടെ ജെയിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എന്തായി നിങ്ങൾ പോയിട്ടുള്ള ആ ഒരു കാര്യം? വേഗം പോയിട്ട് ആ ഒരു മന്ത്രവാദിനെ കൊന്നിട്ട് വാ, എന്നാൽ മാത്രമേ ഉള്ളൂ റാണീനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുക. അവളിപ്പോ കൂടുതൽ പവർഫുൾ ആയിട്ട് വരികയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ജെയിനോട് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഹീറോയിനും കൂടിയിട്ട് ആ ഒരു സ്കൾ റിവറിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഹീറോ ഇപ്പോ നമ്മുടെ ഹീറോയിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നീ ആ ഒരു സ്കൾ റിവറിലേക്ക് ദയവീത് പോകരുത്, ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള ശാപത്തിന്റെ ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം എന്ന് പറയാണ്. ഇനി നീ മുന്നോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല, നീ ഇവിടുന്ന് തിരിച്ചു പോയിക്കോളാൻ പറയാണ്. എന്നാൽ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഹീറോയിന്റെ കൂടെ തന്നെ പോവാന്ന് തീരുമാനിക്കുകയാണ്. അവസാനം വരെ അവളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നതന്നെ തീരുമാനിക്കുന്നുണ്ട് അവനിപ്പോ. അങ്ങനെ ഒരു ഡേയും കൂടി കഴിഞ്ഞിട്ട് ഇപ്പൊ പൗർണമി ദിവസം ആവാണ്. ആ ഒരു സേനാധിപതിയായിട്ടുള്ള നമ്മുടെ ജോയ്സ് ഉണ്ടായിരുന്നല്ലോ, അവൻ നമ്മുടെ റാണിനെ വൺ സൈഡ് ആയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അവളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള സമയം എന്ന് മനസ്സിലാക്കിയിട്ട് അവനിപ്പോ അവളെ പ്രപ്പോസ് ചെയ്യാണ്. ആക്ച്വലി റാണിക്കും അവന് ഇഷ്ടമായിരുന്നു. അങ്ങനെ റാണിക്ക് ഇവന്റെ കൂടെയും കണക്ഷൻ ആവുകയാണ്. ഇവിടെ ഹീറോയിനും കൂടിയിട്ട് ഒരു ടണൽ വഴി മുന്നോട്ടേക്ക് ഇങ്ങനെ പോവാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന റെയിൽവേ പാളങ്ങളൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ട്രെയിൻ വരുന്നുണ്ട് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുകയാണ്. ഇവർ വിചാരിച്ചതുപോലെ തന്നെ ജയിനുള്ള ആ ഒരു ട്രെയിൻ ഉണ്ടല്ലോ, അത് ഇവരിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് മിന്നൽ വേഗത്തിൽ പാഞ്ഞു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോ ഹീറോയിനും ചേർന്നിട്ട് ഒരു സൂപ്പർ ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോ ട്രെയിനിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടായിരുന്ന ജെയിൻ റെയിൽവേ പാളത്തിൽ നിൽക്കുന്ന നമ്മുടെ ഹീറോയിനെ കാണാണ്. ഇവളെ കണ്ടവിടെ തന്നെ അവളുടെ വർക്കറിനോട് പറയാണ്, പെട്ടെന്ന് തന്നെ ട്രെയിനിന്റെ വേഗത കൂട്ട്, എനിക്ക് അവളെ ജീവനോടെ കെട്ടണമെന്ന്
ഒരു നിർബന്ധമില്ല, അതുകൊണ്ട് തന്നെ ഇടിച്ച് കൊന്നുകളയാനായിട്ട് പറയാണ്. ട്രെയിൻ ഇങ്ങനെ സ്പീഡായിട്ട് വരുന്ന കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്പീഡിൽ അവളിപ്പോ ഓടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിനിന്റെ സ്പീഡും ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട്. ഇങ്ങനെ വലിയൊരു ചേസ് ആ ഒരു റെയിൽവേ പാളത്തിൽ കൂടെ നടക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ടണൽ കഴിഞ്ഞ സമയത്താണ് നമ്മുടെ ജെയിനിന് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അവൾ ആ ഒരു കാഴ്ച കണ്ടിട്ട് ഭയങ്കരമായിട്ട് പേടിക്കുകയാണ്. എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ആ ഒരു റെയിൽവേ ട്രാക്ക് ഇവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയിനും ചേർന്നിട്ട് പക്കയായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജെയിൻ ആ ഒരു ട്രെയിൻ നിർത്താനായിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഹീറോയിൻ ഈ ഒരു റെയിൽവേ പാളത്തിന്റെ എഡ്ജിൽ വന്ന സമയത്ത് തന്നെ താഴേക്ക് എടുത്ത് ചാടുകയാണ്. അടിയിൽ ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്ന ഹീറോ നമ്മുടെ ഹീറോയിന്റെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തില് ഹീറോയിനെ അവൻ രക്ഷിച്ചിരിക്കുകയാണ്. എങ്ങനെയൊക്കെ ബ്രേക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആ ഒരു ട്രെയിൻ അവിടെ നിന്ന് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അതിപ്പോ നേരെ താഴെ ഉണ്ടായിരുന്ന ആ ഒരു വലിയ ആഘാതമായിട്ടുള്ള കൊക്കയിലേക്ക് വന്ന് വീഴാണ്. നിലത്ത് വീണ അതേ സമയത്ത് തന്നെ അതൊരു തീഗോളമായിട്ട് മാറാണ്. ജെയിനിന്റെ മുഴുവൻ ടീമും ആ ഒരു ബ്ലാസ്റ്റിൽ വെച്ച് മരിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കമാൻഡറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഈ ഒരു സമയത്ത് റേഡിയോ വഴി ജെയിനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മുഴുവൻ ടീമും മരിച്ചു പോയിട്ടുണ്ടെന്നുള്ളത് ഈ ഒരു കമാൻഡർക്ക് മനസ്സിലാവാണ്. ഇനിയിപ്പോ നമ്മുടെ ഹീറോയിനെ പിടിച്ചിട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളത് കമാൻഡർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് റാണീനെ അറ്റാക്ക് ചെയ്തിട്ട് ഈ ഒരു കിങ്ഡത്തിന്റെ മുഴുവൻ കൺട്രോളും അവന്റെ കയ്യിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇപ്പൊ പ്ലാൻ ഇടാണ്. എന്നാൽ നമ്മുടെ റാണിക്ക് മുന്നേ തന്നെ ഈ ഒരു കമാൻഡറിന്റെ മുകളിൽ ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജെറൈസിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ഈ ഒരു കമാൻഡറിന്റെ ആൾക്കാരെ മുഴുവൻ കൊല്ലുകയാണ്. അവസാനമായിട്ട് അവിടെ വെച്ചിട്ട് കമാൻഡറിനെയും കൊല്ലുകയാണ് ജെറൈസ്. ഇപ്പൊ നമ്മുടെ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കൾ റിവറിൽ എത്തിയിട്ടുണ്ട്. ഹീറോയിൻ സ്വപ്നത്തില് ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സ്ഥലം തന്നെയാണിത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തലയോട്ടികൾ അങ്ങനെ ചെതറി കിടക്കുകയാണ്. ഫുൾ മൂൺ ഉണ്ടാവുന്ന ആ ഒരു സമയത്താണ് വെയർവൂൾഫ് അവന്റെ ശരിയായിട്ടുള്ള ആ ഒരു രൂപത്തിൽ ഉണ്ടാവുക. ആ ഒരു സമയത്ത് കൃത്യമായിട്ട് അവനെ കൊന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ആ ഒരു ശക്തി അത് റാണിക്ക് കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നൈറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് ഇവർ കുറെ നേരം അവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. നീ പറയുന്നത് പോലെ ഈ ഒരു മിഷൻ അത് ഇവിടെ വെച്ചിട്ട് ഉപേക്ഷിച്ച് പോകാനായിട്ട് കഴിയില്ല, അതെന്തായാലും പൂർത്തിയാക്കിയേ പറ്റുള്ളൂ എന്ന് അവളിപ്പോ പറയാണ്. ഇപ്പൊ സൂര്യാസ്തമയം തുടങ്ങിയിട്ടുണ്ട്. വെയർവൂൾഫുകളെ കൊല്ലാനായിട്ട് സിൽവർ ബുള്ളറ്റ് ആണല്ലോ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ സിൽവറിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കുറച്ച് നഖങ്ങള് അത് അവളുടെ കയ്യിലേക്ക് അണിയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഹീറോ പറയാണ് ഒരുപാട് ആളുകള് അവനെ വേട്ടയാടാനായിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട്. അവരാണ് ഇവിടെ മരിച്ചു കിടക്കുന്ന അത്രയും ആളുകള്. അവരെല്ലാരും ഇതേ ടെക്നിക്ക് തന്നെയായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിൽവർ അവനെ ബാധിക്കാനായിട്ടുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും ഒരു വഴി കൂടി കണ്ടുപിടിക്കണമെന്ന് നമ്മുടെ ഹീറോ ഇപ്പൊ പറയാണ്. ഇപ്പൊ ചെറുതായിട്ട് ആ ഒരു ഭാഗത്തേക്ക് മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഹീറോ ഇപ്പോഴും നമ്മുടെ ഹീറോയിനെ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. നീ ഒന്നുകൂടി ആലോചിച്ച് നോക്ക്, നമുക്കിപ്പോഴും തിരിച്ചു പോകാനായിട്ടുള്ള സമയമുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവനെ നോക്കിയിട്ട് ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ആരോടാന്നാണോ പറയുന്നത്, എന്നോടോ? ബാ നമുക്ക് യുദ്ധം ചെയ്ത് നോക്കാന്ന് ഇപ്പൊ നമ്മുടെ ഹീറോയിനോട് തന്നെ അവള് പറയാണ്. കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് തന്നെ അവിടെ ഫുൾ മൂൺ ഉണ്ടാവുകയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയപ്പത്തേക്കും നിലത്തേക്ക് വീണിട്ട് ഭയങ്കരമായിട്ട് അലറി വിളിച്ച് കരയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ടെസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറോയിൻ ഒരു വെയർവൂൾഫിനെ കൊല്ലാനായിട്ടാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു വെയർവൂൾഫ് വേറെ ആരും അല്ലായിരുന്നോ, അത് നമ്മുടെ ഹീറോ തന്നെയായിരുന്നു. ഈ ഒരു ഭാഗത്ത് മരിച്ചു കിടക്കുന്ന ഓരോരുത്തരെയും കൊന്നത് ഇവൻ തന്നെയാണ്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷനില് വെയർവൂൾഫുള്ള ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സമയത്ത് തന്നെ ആ ഒരു ഷേപ്പ് ഷിഫ്റ്റർ നമ്മുടെ ഹീറോ തന്നെയാന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അവൾക്ക്. അതുകൊണ്ടാണ് നമ്മുടെ ഹീറോയിനെ ഹയർ ചെയ്തിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. അതുപോലെ തന്നെ ഒരു സീനില് നമ്മുടെ ഹീറോയിനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അവള്. ആ ഒരു സമയത്ത് ഹീറോ ബോധം കെട്ടി കിടക്കായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ഒരു സിൽവറിന്റെ പീസ് അവന്റെ ശരീരത്തിനുള്ളിൽ വെച്ചിട്ടാണ് ആ ഒരു മുറിവ് അവൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ വെയർവൂൾഫായിട്ട് ഷേപ്പ് ഷിഫ്റ്റ് ചെയ്ത ആ ഒരു സമയത്ത് ഇവന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ ഒരു സിൽവർ അവനെ ഭയങ്കരമായിട്ട് വീക്ക് ആക്കാണ്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയ്ക്കും ഹീറോയിനും ഇടയിൽ ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട് അവിടെ. ഹീറോയിൻ ഇപ്പോ ആ ഒരു ഫൈറ്റില് അവളുടെ ആ ഒരു ഹാലൂസിനേഷന്റെ പവർ യൂസ് ചെയ്തിട്ട് ഇല്ലാത്ത പല കാര്യങ്ങളും അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഒരു വെയർവൂൾഫിനെ ടോട്ടലായിട്ട് കൺഫ്യൂസ് ചെയ്യാണ്. അങ്ങനെ അവസാനം നമ്മുടെ ഹീറോയിൻ ആ ഒരു വെയർവൂൾഫിനെ അടിച്ച് നോക്കൌട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം മേഘം വന്നിട്ട് ആ ഒരു ഫുൾ മൂണിനെ മറയ്ക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോ പഴയ പോലെ തന്നെ ഷേപ്പ് ഷിഫ്റ്റ് ചെയ്തിട്ട് മനുഷ്യന്റെ രൂപത്തിലേക്ക് ആയിട്ടുണ്ട്. അവന് ബോധം വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലും കാലിലൊക്കെ ആയിട്ട് ഒരുപാട് ചങ്ങലകള് അത് കെട്ടി വരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല അവന്റെ ശരീരത്തിൽ മുഴുവനായിട്ട് ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ വന്നിട്ട് അവന് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം കൊടുക്കുകയാണ്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മൾ രണ്ടുപേരും വേട്ടക്കാരാണ്, എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, അത് നീ എനിക്ക് സാധിച്ചു തരുമെന്ന് ഹീറോ ഇപ്പൊ ഹീറോയിനോട് ചോദിക്കുകയാണ്. എന്റെ ശാപത്തിനെ പറ്റിയിട്ട് നിനക്ക് നന്നായിട്ട് അറിയാലേ, നിനക്ക് എന്താണ് ആഗ്രഹം അതെന്നോട് പറയാണ്. എന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഞാനും ഒരുമിച്ചായിരിക്കണം, നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ട് വേട്ടയാടണം എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നിന്റെ ആഗ്രഹം ഉറപ്പായിട്ട് ഞാൻ നിറവേറ്റെന്ന് പറയാണ്. ഇവന്റെ ആ ഒരു മുറിവ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മുറിവിന്റെ ഉള്ളിലായിട്ട് ഒരു സിൽവറിന്റെ
ഫീസ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ കാര്യങ്ങളൊക്കെ ഹീറോയിൻ ഇപ്പൊ അവനോട് പറയാണ്. കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് തന്നെ ആ ഒരു മേഘങ്ങളൊക്കെ മാറിയിട്ട് ഫുൾ മൂൺ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോ ഇപ്പൊ വീണ്ടും വെയർവൂൾഫ് ആയിട്ട് മാറുകയാണ്. ഹീറോയിൻ അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്തിട്ട് അവന്റെ നെഞ്ചിലേക്ക് കുത്തിയിട്ട് മെല്ലെ മെല്ലെ നമ്മുടെ ഹീറോയിന്റെ തോല് അത് ഉരിച്ചെടുക്കുകയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ വേദന വെച്ചിട്ട് ഉറക്കെ കിടന്ന് അലറി വിളിക്കുകയാണ്. ഇപ്പോ അവന്റെ തോല് മുഴുവനായിട്ട് ഉരിഞ്ഞെടുത്തതിന് ശേഷം അവന്റെ ബോഡി അവിടെ കുഴിച്ചിടാണ്. എന്നിട്ട് അവൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വാച്ച് അത് അവിടെ വെച്ചിട്ട് ഹീറോയിൻ ആ ഒരു തോലുമായിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അവൾ നേരെ പോയത് റാണിയെ കാണാനായിട്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവനും നമ്മുടെ ഹീറോയിനെ ഇപ്പൊ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മന്ത്രവാദിനി അവൾ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഉറക്കെ ശബ്ദം ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും നോക്കാതെ നമ്മുടെ ഹീറോയിൻ മുന്നോട്ട് തന്നെ നടക്കുകയാണ്. അവൾ ആ ഒരു കൊട്ടാരത്തിന്റെ പടിക്കെട്ടിലൂടെ മുന്നോട്ടേക്ക് നടന്നു പോകുന്നുണ്ട്. അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ജോയ്സിന്റെ അടുത്തേക്ക് ഈ ഒരു തോല് കൊടുക്കുകയാണ്. നിന്റെ റാണിയുടെ ആഗ്രഹം ഈ ഒരു സമയത്ത് ഞാൻ നിറവേറ്റിയിട്ടുണ്ട്. ഈ തോല് അവളുടെ അടുത്ത് കൊടുക്കുക. ഇതിലുള്ള രക്തം ഇന്ന് രാത്രി കഴിയുന്നതിന് മുന്നേ അവളുടെ ശരീരം മുഴുവനായിട്ട് തേച്ച് പിടിപ്പിക്കാനായിട്ട് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവൾക്ക് വെയർവൂൾഫ് ആയിട്ട് ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ജെറൈസിന് ഒരുപാട് ദേഷ്യം വരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നീ എങ്ങനെയാ സാധിക്കാന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ അവർ ചിരിച്ചിട്ട് പറയാണ്, നിന്റെ ആഗ്രഹവും ഞാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു തുകില് അവളുടെ അടുത്ത് കൊണ്ടേ കൊടുത്തതിന് ശേഷം ആ ഒരു ഷേപ്പ് ഷിഫ്റ്റർ അവൻ ആരായിരുന്നു എന്നുള്ളത് നീ പറഞ്ഞാൽ മതി. പിന്നെ ഒരിക്കലും അവൾ വെയർവൂൾഫ് ആയിട്ട് മാറാനായിട്ട് നിൽക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു തുകിലും വാങ്ങിയിട്ട് ജെറൈസ് അവിടുന്ന് പോവാണ്. എന്നിട്ട് നേരെ റാണിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണ് ആ ഒരു വെയർവൂൾഫ് എന്ന് അവളോട് പറയുന്നുണ്ട്. ഇവള് കാരണമാണ് നമ്മുടെ ഹീറോ മരിച്ചതെന്നുള്ള ആലോചിച്ച് കഴിഞ്ഞപ്പോ റാണിക്ക് ഒരുപാട് സങ്കടമാണ്. അവളുടെ വയറ്റിൽ വളരുന്ന ആ ഒരു കുട്ടിയുടെ അച്ഛനാണ് നമ്മുടെ ഹീറോ ആയിട്ടുള്ള ഹണ്ടർ. അതുകൊണ്ട് തന്നെ അവള് വെയർവൂൾഫ് ആയിട്ട് മാറണം എന്നുള്ള ആ ഒരു ആഗ്രഹം അത് മാറ്റി വെക്കാണ്. ഇപ്പോ റാണിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇമോഷണൽ ആയിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. ജെറൈസ് ഇപ്പോ അവളോട് പറയുന്നുണ്ട്, അവൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്താ, നിനക്ക് ഞാനില്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ റാണിക്ക് ഒരുപാട് ദേഷ്യം വരികയാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചിട്ട് റാണി ജെറൈസിനെയും കുത്തി കൊല്ലുന്നുണ്ട്. നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ ഈ റാണിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരുന്നല്ലേ. ആ ഒരു സമയത്ത് റാണി പോയിട്ട് നമ്മുടെ ഹീറോയിനോട് പറയുന്നുണ്ട്, നീ ഇവിടുന്ന് പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു കിങ്ഡം അത് എന്റെ കയ്യിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് സന്തോഷമായിട്ട് ഇവിടെ തന്നെ ജീവിക്കാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോ അവളോട് പറയാണ്, ഞാൻ ആരാന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാലോ. ഞാനൊരു വെയർവൂൾഫ് ആണ്. ഫുൾ മൂൺ ഉണ്ടാവുന്ന സമയത്ത് എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരെ കൊന്നുകളയും. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഹീറോ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഇവനെ പോലെ തന്നെ റാണിക്കും ഒരു വെയർവൂൾഫ് ആയിട്ട് മാറാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാലോ. അതിനു വേണ്ടിയിട്ടാണ് റാണി വെയർവൂൾഫ് ആയിട്ട് മാറണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഹീറോ മരിച്ചു എന്നുള്ള ആ ഒരു കാര്യം അറിഞ്ഞപ്പോ തന്നെ ഒരുപാട് ദേഷ്യവും സങ്കടവും വരികയാണ്. കയ്യിലുണ്ടായിരുന്ന ആ ഒരു തുകില് അവളിപ്പോ വലിച്ചെറിയുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ സൂര്യവെളിച്ചം ഈ ഒരു വെയർവൂൾഫിന്റെ തൊലിയിലേക്ക് അടിച്ച അതേ സമയത്ത് തന്നെ അതിപ്പോ മെല്ലെ മെല്ലെ കത്തി പോവാണ്. ആ ഒരു തീയായി മാറിയിട്ടുള്ള പാർട്ടിക്കിൾസ് അതിപ്പോ മെല്ലെ മേലേക്ക് പറന്നു പോയിട്ട് നമ്മുടെ ഹീറോയിനെ കുഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് പോകുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് അവനുള്ള ആ ഒരു ഭാഗത്തേക്ക് ഈ ഒരു തീ വന്ന് വീഴുന്നുണ്ട്. അത് അവന്റെ ശരീരത്തിലേക്ക് വീണ അതേ സമയത്ത് തന്നെ വീണ്ടും അവന് ജീവൻ തിരിച്ചു കിട്ടുകയാണ്. ആക്ച്വലി നമ്മുടെ ഹീറോ വെയർവൂൾഫ് ആയതുകൊണ്ട് തന്നെ അവന് മരണമേ ഉണ്ടായിരുന്നില്ല. ഹീറോയിന്റെ തോല് ഉരിച്ചിട്ട് അവനെ കുഴിച്ചിട്ട് ആ ഒരു തോല് കൊണ്ടിട്ട് റാണിയുടെ അടുത്ത് കൊണ്ടേ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. റാണി ആ ഒരു തോലെടുത്തിട്ട് അവളുടെ ശരീരത്തിലെ രക്തം തേച്ചിട്ട് ഈ ഒരു തോല് അവളുടെ ശരീരത്തിലേക്ക് പുതച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ശക്തികളൊക്കെ അവൾക്ക് തന്നെ കിട്ടുമായിരുന്നു. റാണി അവിടെ വെച്ച് തന്നെ വെയർവൂൾഫ് ആയിട്ട് മാറുമായിരുന്നു. ഇതുപോലെ ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെ ഹീറോയ്ക്ക് വീണ്ടും ജീവൻ തിരിച്ചു കിട്ടുകയാണ്. അവനിപ്പോ നടന്നിട്ട് നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ചൂണ്ടിയിട്ട് അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. നീ ഒരിക്കലും മരിച്ചു പോയില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അത് മാത്രമല്ല നിന്റെ കയ്യിലുള്ള ആ ഒരു ഗണ്ണ് അതിപ്പോ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതും എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയാണ്. എന്നാലും നമ്മുടെ ഹീറോ അവളുടെ നേരെ നോക്കി ഷൂട്ട് ചെയ്യാണ്. ആ ഒരു ഗണ്ണ് വീണ്ടും നാശമായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ ഇപ്പൊ വീണ്ടും ഫൈറ്റ് ആവുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്തില് കത്തി ഇങ്ങനെ അമർത്തി വെക്കുന്നുണ്ട്. ഇപ്പൊ ഹീറോയിൻ പറയാണ്, നിന്റെ വിഷ് അത് എന്താണെന്നുണ്ടെങ്കിലും ഞാൻ നിറവേറ്റിയിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് വേട്ടയാടണമെന്ന് നീ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഞാനൊരു ശപിക്കപ്പെട്ടവളാണ്. ആരെന്ത് ആഗ്രഹം ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് ഞാൻ നിറവേറ്റി കൊടുക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഹണ്ട് ചെയ്യാനായിട്ട് പോവാണ്. ആ ഒരു സീന് കാണിച്ചിട്ട് ഈ ഒരു സിനിമയുടെ കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് വെക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.